ഗാസയിൽ മാത്രമാണോ ജെനസൈഡ് നടക്കുന്നത്? ഇപ്പോൾ റൈറ്റ് നൗ ലോകത്ത് എവിടെയൊക്കെ ഈ യുദ്ധങ്ങളുടെ ഇടയിൽപ്പെട്ട് സാധാരണ അൺആംഡ് ആയിട്ടുള്ള സിവിലിയൻസ് മരിച്ചു വീഴുന്നുണ്ട്, നമുക്കതൊന്ന് നോക്കിയാലോ. ഇത് വലിയൊരു ലിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പണ്ടൊന്നും പോകാൻ പറ്റില്ല, ഒരു ലോഡ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഈ ജെനസൈഡും ആൾക്കാർ മരിച്ച് മാസ് കില്ലിങ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു വാട്ട് എബൌട്ടിസം വീഡിയോ അല്ല, ഇവിടെ 10 പേരുള്ളൂ അവിടെ 1000 പേര്, അങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ അല്ല. യുദ്ധത്തിൻ്റെ ഇടയിൽ ഭക്ഷണം കിട്ടാണ്ടും ബോംബ് വന്ന് വീണിട്ടും അതിപ്പോൾ ഒരാൾ മരിച്ചു വീണാലും 1,00,000 പേര് മരിച്ചു വീണാലും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഇതൊക്കെ ഡിസ്ക്ലെയിമറായിട്ട് പറയേണ്ടി വരുന്നത് തന്നെ കഷ്ടമാണ്. ചില ആൾക്കാരുണ്ട്, അവർക്ക് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും. ആദ്യം തന്നെ ഗാസയിലെ കണക്കെടുക്കാം. 60,000+ എന്നാണ് ഇപ്പോഴത്തെ ഒഫീഷ്യൽ കണക്ക്. അതിൽ 83% പേര് സിവിലിയൻസ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇസ്രയേലിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 1249 അങ്ങനെ എന്തോണം കണക്ക്. അതിൽ 48 ഒരു ഹോസ്റ്റേജസ് എക്സ്ട്രാ ഉണ്ട് ഹമാസിന്റെ കയ്യിൽ. ഇനി നമ്മുടെ ആഫ്രിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ രാജ്യം സുഡാനാണ്. അവിടെ വലിയൊരു സിവിൽ വാറും നടക്കുന്നുണ്ട്, ഒരു ജെനസൈഡ് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ 1.5 ലക്ഷം ആൾക്കാർ മരിച്ചു എന്നാണ് കണക്ക്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവിടുത്തെ സ്റ്റോറി. 2019 ഒമർ അൽ ബഷീർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ കുറേ കാലം പ്രസിഡന്റ് ആയിട്ടുള്ള ആളിനെ ഇവർ ഭരണമൊക്കെ അട്ടിമറിച്ചു. ഈ അട്ടിമറിച്ചത് 2 ആൾക്കാരും കൂടി ചേർന്നിട്ടാണ്. അവസാനം ഭരണം അട്ടിമറിച്ചപ്പോൾ ഈ 2 ആൾക്കാരും തമ്മിൽ അടിയായി. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും സുഡാനീസ് ആർമഡ് ഫോഴ്സസും, ഇവർ RSFും SAFും ഇവർ തമ്മിലാണ് ഇപ്പോൾ സിവിൽ വാർ. ഈ RSF എന്ന് പറഞ്ഞ ഫോഴ്സിന് അറബ് സപ്പോർട്ട് ഉണ്ടെന്നും അവർ നോൺ അറബ്സ് ആയിട്ടുള്ള എത്നിക് കമ്മ്യൂണിറ്റീനെയൊക്കെ മെസാലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ജെനസൈഡും ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട്. ഇവിടെയും കുട്ടികളെ കൊല്ലുന്നുണ്ട്, ഹോസ്പിറ്റൽ ബോംബിങ്സ് ഉണ്ട്, ക്യാമ്പുകൾ ബോംബ് ചെയ്യുന്നുണ്ട്, സ്റ്റാർവേഷൻ ടാക്ടിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ അടുത്ത് നമ്മൾ പോകുന്നത് സിറിയയിലോട്ടാണ്. സിറിയയിൽ അറിയാലോ, അസാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡന്റിനെ കഴിഞ്ഞ നവംബർ 2024 പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഭരണം വന്നു, അൽഷര എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ. അസാദ് എന്ന് പറഞ്ഞത് ഷിയ മുസ്ലിം ആണ്. അപ്പോൾ ഈ ഷിയന്റെ അൽവൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഈ അസാദിന്റെ ആൾക്കാരുണ്ട് എത്നിക് കമ്മ്യൂണിറ്റിയിലുള്ള, അവരിനെയൊക്കെ കൊന്ന് തള്ളിയിട്ടുണ്ട്. 12% സിറിയയിൽ പോപ്പുലേഷൻ ഈ അൽവൈറ്റ്സ് ആണ്. എത്ര പേരിനെ കൊന്നൊന്നും കണക്കൊന്നുമില്ല, കുറേ പേരിനെ കൊന്നിട്ടുണ്ട്. അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ട് ഡ്രൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട്. അവരിനെ ഈ സുന്നി ബദോവൻ ഫൈറ്റേഴ്സും ഈ സിറിയയിലെ ഒഫീഷ്യൽ ആർമിയും കൂടി ചേർന്നിട്ട് വേറൊരു ജെനസൈഡ് നടത്തുന്നുണ്ട്. 1000+ ഡ്രൂസ് മരിച്ചു എന്നാണ് ഒഫീഷ്യൽ കണക്ക്. ഇനി നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മ്യാൻമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2021 ഇതേപോലെ ഒരു ഭരണമാറ്റം വന്നു. അതിനുശേഷം ഫുൾ ജഗ പുകയാണ്. അവിടെ 82,000 പേര് മരിച്ചു എന്നൊക്കെയാണ് ഒരു കണക്ക്. മ്യാൻമാറിലും സിവിൽ വാറും ഉണ്ട്, വേറൊരു ജെനസൈഡ് സൈഡിൽ നടക്കുന്നുണ്ട്. SAC എന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ ആർമിയും പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സസും കൂടിയിട്ടാണ് സിവിൽ വാർ നടക്കുന്നത്. ഇതേ SACയും അറാക്കൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു എത്നിക് ഒരു ഫൈറ്റേഴ്സും കൂടി ചേർന്നിട്ട് ഈ റോഹിംഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള മുസ്ലിംസിനെ അവർ കുറേ കൊന്നു തള്ളിയിട്ടുണ്ട്. അതുപോലെ ഈ 1 മില്യൺ 10 ലക്ഷം റോഹിംഗ്യാസ് മ്യാൻമാറിൽ നിന്ന് നാട് വിട്ടു പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി തിരിച്ച് നൈജീരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫലാനി മിലിറ്റൻസ്, ബോക്കോ ഹറാം പോലത്തെ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ അവിടുത്തെ ക്രിസ്ത്യൻസിനെയും അതേപോലത്തെ നൈജീരിയൻ മിലിറ്ററി ആൾക്കാരിനെയും ഈ കൊല്ലം മാത്രം 7,000 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. 2019 തൊട്ടിട്ടുള്ള ഒരു പ്രശ്നമാണിത്. 2009 തൊട്ട് 1,25,000 പേര് മരിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ. ഇതിൽ സിവിലിയൻസും കുട്ടികൾ വരെ ഉണ്ട് എന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ 3ാമത്തെ കോങ്കോ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് M23 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്റൻ്റ് ആൾക്കാരും അവിടുത്തെ DRC എന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോത്തെ ഗവൺമെൻറ്റിലെ മിലിറ്ററിക്കാരും തമ്മിൽ വൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. 10,000 പേര് മരിച്ചു എന്നും 7 മില്യൺ ആൾക്കാർ റീപ്ലേസ് ആയെന്നും ഈ ഒരു പ്രശ്നം കാരണം പറയുന്നുണ്ട്. ഇനി അവസാനം നമ്മുടെ ഇന്ത്യയിലുണ്ട്, നമ്മുടെ മണിപ്പൂരാണ് സംഭവം. മെയ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എത്നിക് കമ്മ്യൂണിറ്റിയും കൂക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എത്നിക് കമ്മ്യൂണിറ്റിയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. മെജോറിറ്റി ഉള്ളതും അവിടുത്തെ ഗവൺമെന്റ് ബാക്കിംഗ് ആയിട്ടുള്ളത് മെയ്റ്റിക്കാരാണ്. 258 പേര് മരിച്ചു എന്നാണ് കണക്ക്. ഇതിലും ഒരുപാട് പേര് സിവിലിയൻസ് ആണ്. നമ്മൾ ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെ.